അതായത് ശ്രീ ഡോക്ടർ പി കെ ഗോവൻ അദ്ദേഹം പറഞ്ഞു വിജിലൻസ് വളരെ ശക്തമായ നിലപാടാണ് എടുത്തത്. വിജിലൻസ് എന്ത് നിലപാടാണ് എടുത്തത്, പോലീസ് എന്ത് നിലപാടാണ് എടുത്തത്? ഞാൻ ശ്രീ പി കെ ഗോവൻ അവർകളോട് ചോദിക്കുകയാണ്, ഈ വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കള്ളം നടത്തിയപ്പോഴും മോഷണം നടത്തിയപ്പോഴും വിജിലൻസ് ഇല്ലായിരുന്നോ? അതോ വിജിലൻസിന് ഈ മോഷണം നടത്തുമ്പോഴേക്ക് വിജിലൻസ് നിങ്ങൾ അവധി കൊടുക്കുമോ? അതേ വിജിലൻസ് അല്ലേ ഇപ്പോഴും ഉള്ളത്. അന്ന് ഒന്നുകിൽ പിണറായി വിജയന്റെ വിജിലൻസ്, ദേവസ്വം വിജിലൻസ് പരാജയമായിരുന്നു, അല്ല എങ്കിൽ വിജിലൻസ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിരുന്നു. താങ്കൾ വിജിലൻസിനെ കുറിച്ച് രോമാഞ്ചം കൊണ്ട് സംസാരിക്കുമ്പോഴേക്ക് ഇതേ വിജിലൻസ് ശബരിമലയിൽ ഈ മോഷണം നടന്നപ്പോൾ ഉറങ്ങുകയായിരുന്നോ, അതോ ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നോ? ദേവസ്വം വിജിലൻസ് ആണ് തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവരുടെ അടക്കം പേരുകളടക്കം പുറത്തു കൊണ്ടുവന്നത്. ദേവസ്വം വിജിലൻസ് ആണ്. അല്ല അദ്ദേഹത്തിന്റെ ചോദ്യം വന്നല്ലോ, സ്മൃതി എന്നാ കൊണ്ടുവന്നേ? നമ്മളൊക്കെ എപ്പോഴാണ് ഈ കൊള്ള അറിയുന്നത്? അതിനുശേഷം ഞാൻ ചോദിക്കട്ടെ, ഈ കൊള്ള അറിയുന്നതിൽ വിജിലൻസിന് ഒരു പങ്കുമില്ലെന്നാണോ പറയുന്നത്? അവിടെ സ്പെഷ്യൽ ശ്രീ രാജേഷ്, ഈ കൊള്ള പുറത്തു കൊണ്ടുവരുന്നതിൽ വിജിലൻസിന് ഒരു പങ്കുമില്ലെന്നാണോ അങ്ങ് പറയുന്നത്? അവിടെ വിജിലൻസിന് ഒരു പങ്കുമില്ലാതാണോ ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നത്? ഞാൻ ചോദിക്കട്ടെ, 5-10 വർഷം കഴിഞ്ഞിട്ട് കൊള്ള പുറത്തു കൊണ്ടുവന്ന കൊള്ള വലുതാക്കിയതും ഒക്കെ തന്നെ ജനങ്ങൾ അറിഞ്ഞതും അല്ല, പാത്ര കച്ചവടം പിടിച്ചതാരാ? വിജിലൻസ് അല്ലേ സർ? അല്ല, വിജിലൻസ് പിടിച്ച കേസുകൾ വീണ്ടും ആവർത്തിക്കുന്നല്ലോ. വിജിലൻസ് പിടിച്ച കേസുകൾ പതിറ്റാണ്ടുകളായി അവിടെ ആവർത്തിക്കുന്നല്ലോ. അതേ സംഭവങ്ങൾ തന്നെ വഴിവിട്ട് സഹായം ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കുകയും അതിനോട് അത് ചെവികൊള്ളാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ ദേവസ്വം വിജിലൻസ് അവിടെ നിന്ന് മാറി നിൽക്കുക വരെ ചെയ്തു, പ്രതിഷേധിച്ച്. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. ഈ കാലയളവിലൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രസിഡന്റ് നിയമിച്ചാരാ? തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന പ്രസിഡന്റ് നിയമിച്ചാരെ? ഏതെങ്കിലും ഒരു ദേവസ്വം പ്രസിഡന്റ് ഇങ്ങനെയുള്ള തെറ്റുകൾ കാട്ടുന്നു എന്ന് കാട്ടിയിട്ട് 10 വർഷത്തിനിടയ്ക്ക് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എതിരെ എടുത്തിട്ടുണ്ടോ? ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബോർഡ് മാറ്റിയിട്ടുണ്ടോ? കണ്ടെത്തിയ ഒരു കാര്യത്തിന്മേലുള്ള അന്വേഷണമാണല്ലോ ചർച്ച ചെയ്യുന്നത് ശ്രീ വി രാജേഷ്. ഈ അന്വേഷണത്തിന്റെ ഒടുവിൽ ഈ പറയുന്ന വലിയ കണ്ണികളിലേക്ക് എത്തുന്നില്ല എങ്കിൽ അങ്ങേക്ക് പറയാം. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. SIT അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 13 ദിവസമാണ് കയ്യിലുള്ളത്. ഈ 13 ദിവസം എന്തൊക്കെ ചെയ്യുകയാണെന്ന് പരിശോധിക്കണ്ടേ? ഇത് നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. കോടതി നോക്കുകയാണല്ലോ ശ്രീ വി രാജേഷ്. കോടതിയുടെ കണ്ണിന് താഴെയാണ് കാര്യങ്ങൾ. കോടതി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം. അതുകൊണ്ട് മാത്രമാണ് ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഒരു പ്രതീക്ഷ. ശരി, അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ടീമിനെയും അപ്പോയിന്റ് ചെയ്ത് അതേ ഗവൺമെന്റ് തന്നെയാണ് വിജിലൻസിനെ അപ്പോയിന്റ് ചെയ്തത്. കോടതി നോക്കുന്നു എന്നുള്ളത് മാത്രമാണ് സമൂഹത്തിന്റെ പ്രതീക്ഷ. ഇനി ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? അയ്യപ്പന്റെ ഒരു സ്വർണവും നഷ്ടപ്പെടില്ല. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. ശരി, നമുക്ക് ഈ ദേവസ്വം ബോർഡിന്റെ പ്രശ്നം മാത്രമല്ല, ഇത് 10-20 കൊല്ലക്കാലത്തെ അന്വേഷണത്തിലേക്ക് പോകണം. ഇഷ്ടപ്പെട്ട നമ്മുടെ പാർട്ടിക്കകത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന ചില ആളുകളൊക്കെ പിടിക്കപ്പെടും. 20 അല്ല രാജേഷ്, 10 വർഷമല്ല, രാമൻ നായരൊക്കെ പിടിക്കപ്പെടാൻ പോവുക. 40 വർഷത്തെ പാർട്ടിയിലേക്ക് വന്ന രാമൻ നായർ ഇതിനേക്കാൾ കൂടുതൽ അഴിമതി നടന്നിട്ടുണ്ട്. ശരി, ആദ്യം ഈ അന്വേഷണത്തിൽ ഒരു തീരുമാനമാകട്ടെ, സ്വർണ്ണത്തിൽ തീരുമാനമാകട്ടെ, പിന്നെ പാത്രത്തിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും ഒക്കെ പോകാം. അന്വേഷണം ഇതുവരെ നടന്നതുമുണ്ടല്ലോ, അതിലെന്ത് തീരുമാനമുണ്ടായി എന്ന കാര്യമുണ്ടല്ലോ. ഇത്രയും കാലം വിജിലൻസ് അന്വേഷിച്ച ചില കാര്യങ്ങളിൽ എന്ത് തീരുമാനമുണ്ടായിരിക്കും? ഈ പാത്രം കൊള്ള പല ഘട്ടങ്ങളിലായി പറയുന്നു. അതിന് അന്വേഷണം എവിടെ എത്തിയതുള്ള ചോദ്യം നിൽക്കുകയാണ്. തിരിച്ചെത്താം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.